പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചരണം തുടരുകയാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന റോഡ് ഷോയാണ് നഗരത്തിലൂടെ നടക്കുന്നത്. ഇതിന് പിന്നാലെ വലിയ ബൈക്ക് റാലിയുമുണ്ട്. പലതരത്തിലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുള്ള വിജയമാണ് നേതൃത്വം മുന്നിൽ കാണുന്നത് ലക്ഷ്യം വെക്കുന്നത്. അത് മുൻനിർത്തിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നേതാക്കളുടെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എങ്ങനെയുണ്ട് ഒരു പ്രചരണം? പാലക്കാട് സംബന്ധിച്ച് തുടക്കം മുതൽ പലതരത്തിലുള്ള വിവാദങ്ങളാണ്, ആരോപണങ്ങളാണ്. എല്ലാ വിവാദങ്ങളും ഇപ്പോൾ BJPയിലും CPMലും കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ടീമായി ഇതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ പാലക്കാടൻ ജനത രാഹുൽ മാങ്കൂട്ടത്തിനെ കേരള അസംബ്ലിയിലേക്ക് പറഞ്ഞയക്കും എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ വിവാദങ്ങൾ വരുന്നുണ്ട്. പലതിലും ഒഴിവാക്കുന്നു, കൂട്ടിച്ചേർക്കുന്നു. വോട്ടർ പട്ടികയായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് BJP ജില്ലാ പ്രസിഡന്റിന് 2 വോട്ടറുണ്ട്. LDF സ്ഥാനാർത്ഥിയുടെ വ്യാജ വോട്ടാണ്. അദ്ദേഹം ഇവിടത്തുകാരനല്ല, ഇവിടെ 6 മാസം താമസിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം 6 മാസം തുടർച്ചയായിട്ട് ഇവിടെ താമസിച്ചു എന്ന് BJPയുടെ മുനിസിപ്പാലിറ്റിയാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അത് വ്യാജരേഖയാണ്. വ്യാജരേഖ കൊണ്ട് വോട്ട് ചേർത്താണ്. അപ്പോ CPM ജില്ലാ സെക്രട്ടറി വ്യാജ വോട്ടർമാരെ തടയുമെങ്കിൽ ആദ്യം പോയി തടയേണ്ടത് LDFന്റെ സ്ഥാനാർത്ഥികൾ. ഈ വിഷയത്തിലെ സരിൻ ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാണ്. പ്രതിപക്ഷ നേതാവിനെ പ്രസ് ക്ലബിൽ അവർ സംവാദത്തിനൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ട്. സരിൻ പറയുകയാണ്, ആരുമായിട്ട് വല്ല ക്രെഡിബിലിറ്റിയല്ല, വിശ്വാസ്യതയല്ല. ഉയർന്ന CPM നേതാക്കന്മാര് സംവാദത്തിന് വിളിച്ചാൽ ഞാൻ പോവാം. അല്ല, ചോദ്യത്തിന് ഉത്തരം കൊടുത്താൽ മതി. അദ്ദേഹം 6 മാസം തുടർച്ചയായിട്ട് ഇവിടെ താമസിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ഇല്ല, വിദേശത്താണ്. അത് പോട്ടെ, അവരുടെ കാര്യം പോട്ടെ. ഇദ്ദേഹം എങ്ങനെയാണ് വോട്ട് ചേർത്തത്? വ്യാജരേഖ. തുടർച്ചയായി 6 മാസം ഒരു സ്ഥലത്ത് താമസിച്ചാൽ മാത്രമല്ല, 6 മാസം അദ്ദേഹം ഇവിടെ താമസിച്ചിട്ടുണ്ടോ? അപ്പൊ മുനിസിപ്പാലിറ്റി BJPയുമായി ചേർന്ന് വ്യാജരേഖ ഉണ്ടാക്കിയിട്ടാണ് വോട്ടറായത്. അവിടെ എങ്ങനെയുണ്ട് ആവേശം? കാണുന്നില്ലേ? ഉഷാറാണ്. പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ കണക്കിലൊക്കെ ഒരു എത്ര വെറുതെ ഭൂരിപക്ഷം വളരെ മെച്ചപ്പെട്ട ഭൂരിപക്ഷം. അത് വ്യക്തിപരമായി എനിക്കുള്ളതല്ല. വർഗീയതയും മതേതരത്വം തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മതേതരത്വത്തിന് ഒരു ക്ലാസിക് വിൻ ഉണ്ടാകണം. അതുണ്ടാകും. വലിയ ആവേശത്തിന്റെ പാരമ്യത്തിലാണ്. വമ്പൻ വോട്ടിന് ജയിക്കും, അതാണ് സ്ഥിതി. അവസാനം വരുമ്പോ UDFന്റെ ഇളക്കമാണ്. നേതാക്കൾക്ക് വലിയ ആവേശമുണ്ട്, പ്രവർത്തകരും അതുപോലെ ആവേശത്തിൽ തന്നെയാണ്. ഏതായാലും ആ ആവേശം മുൻനിർത്തിയുള്ള പ്രചരണം തന്നെയാണ് പാലക്കാട്ട് ഓരോ ഘട്ടത്തിലും കാണുന്നത്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പരമാവധി കാടിളക്കിയുള്ള ഒരു പ്രചരണമാണ് ഉദ്ദേശിക്കുന്നത്. റോഡ് ഷോയും അതുപോലെ തന്നെ UDFന്റെ ഘടകകക്ഷി നേതാക്കളുമൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രവർത്തകരൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഘടകകക്ഷി യുവജന സംഘടനയുടെ നേതൃത്വത്തിലുള്ള വലിയ ഒരു ബൈക്ക് റാലിയും ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വലിയ പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. 3 മുന്നണികളും കളം നിറഞ്ഞ് കളിക്കുന്നുണ്ട്. പാലക്കാട് 20-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന ഫലം വരുമ്പോൾ അവിടെ എന്ത് മാറ്റങ്ങൾ പാലക്കാട്ടുണ്ടാകുമെന്നുള്ളത് പ്രധാനമാണ്. 3 മുന്നണികളും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അഭിമാന പ്രശ്നമാണ്. കാരണം അവരുടെ സിറ്റിംഗ് മണ്ഡലമാണ്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുൾപ്പെടെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ, ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഓരോ ഘട്ടത്തിലും ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ പടുകൂട്ടൽ ഭൂരിപക്ഷത്തോടുകൂടി മണ്ഡലം നിലനിർത്തുക എന്നതിൽ കവിഞ്ഞൊന്നും UDF നേതൃത്വം ലക്ഷ്യവെക്കുന്നില്ല. അതിന് എല്ലാ അടവും വഹിച്ചുകൊണ്ടുള്ള പ്രചരണമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവും PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് നടത്തുന്ന റോഡ് ഷോ ഇന്നിപ്പോൾ പാലക്കാട് നഗരത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. ഷാഫി പറമ്പിൽ ഉൾപ്പെടെ VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുൻനിരയിലുണ്ട്. അവരെല്ലാം ഇതിന്റെ സംഘാടകരായി മുൻനിരയിലുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഷാഫി, എങ്ങനെയുണ്ട്? മുതിർന്ന നേതാക്കളൊക്കെ ജനങ്ങൾ നൽകുന്ന കരുത്ത്, ആവേശം, അവരുടെ ആത്മാർത്ഥമായ സമീപനം, കാൻഡിഡേറ്റിന് കിട്ടുന്ന പ്ലസ്, രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒന്നുപോലും ഞങ്ങൾക്ക് എതിരായിട്ടില്ലാത്തത് എല്ലാം ഞങ്ങളെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഭൂരിപക്ഷത്തിലേക്കും ജയത്തിലേക്കും അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഘടകങ്ങളും അനുകൂലമായി ഭവിക്കുന്നു എന്നുള്ളതാണ്. ആരോപണങ്ങളാകട്ടെ, വിവാദങ്ങളാകട്ടെ, ഉയർന്നു വന്ന ആക്ഷേപങ്ങളാകട്ടെ, അതെല്ലാം തങ്ങൾക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് UDF ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. പാലക്കാട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ശരത്തിനൊപ്പം റിപ്പോർട്ടർ അമീൻ റിപ്പോർട്ടർ.